നമസ്കാരം. ലോക കോടീശ്വരനും അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നിയോഗിച്ച സമിതിയായ ഡോജിൻ്റെ തലവനുമായ ഇലോൺ മസ്കിന് വീണ്ടും കഷ്ടകാലം. ഇലോൺ മസ്കിൻ്റെ വാഹന കമ്പനിയായ ടെസ്ലയുടെ ന്യൂയോർക്ക് സംസ്ഥാനത്തുള്ള 5 ഡീലർഷിപ്പുകൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡെമോക്രാറ്റ് ജനപ്രതിനിധികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ മസ്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നവർ തന്നെയാണ് ഇപ്പോൾ മസ്കിൻ്റെ ഡീലർഷിപ്പുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ന്യൂയോർക്കിലെ സെനറ്ററായ പെട്രീഷ്യ ഫാഹിയാണ് ഇപ്പോൾ മസ്കിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ട്രംപിനെയും മസ്കിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് മോശമായൊരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആഗോള വിപണിയിലുണ്ടായ തകർച്ച, മസ്കിൻ്റെ തീരുവയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ, അതുപോലെ ഇലോൺ മസ്കിൻ്റെ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിസന്ധി തുടങ്ങിയ നിരവധി വിഷയങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുതിയ പ്രതിസന്ധി കൂടി രൂപമെടുത്തിരിക്കുന്നത്. പെട്രീഷ്യ നേരത്തെ മസ്കിൻ്റെ ശക്തയായ ഒരു വക്താവായിരുന്നു. ടെസ്ലയ്ക്ക് കൂടുതൽ ഷോറൂമുകൾ അനുവദിക്കുന്നത് രാജ്യത്തെ ഇലക്ട്രിക് വിപണിയെ മെച്ചപ്പെടുത്താൻ സഹായകമാകും എന്നായിരുന്നു നേരത്തെ പെട്രീഷ്യയൊക്കെ വാദിച്ചിരുന്നത്. ഇത് പരിസ്ഥിതി നാശം ഒഴിവാക്കുന്നതിനും കൂടുതൽ സ്ഥാപനങ്ങൾക്ക് ഈ രംഗത്തേക്ക് കടന്നു വരുന്നതിനൊക്കെ തന്നെ പ്രചോദനമാകുമെന്നും അവർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഈ ഒരു മനംമാറ്റത്തിന് കാരണമായി അവരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് മസ്ക് ഇപ്പോൾ ഈ മേഖലയിൽ കുത്തകയാകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ ടെസ്ലയുടെ ഷോറൂമുകൾ തുടങ്ങുന്നതിനായി വൻതോതിലുള്ള സബ്സിഡികളാണ് അമേരിക്കൻ സർക്കാർ മസ്കിന് നൽകിയിരുന്നത്. ഏതാണ്ട് $5 ബില്യൺ വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഡീലർഷിപ്പുകൾ റദ്ദാക്കപ്പെടുകയാണെങ്കിൽ മസ്കിൻ്റെ കമ്പനി ഇത്രയും പണം തിരികെ അമേരിക്കൻ സർക്കാരിന് നൽകേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. റിവിയാൻ, സ്കൗട്ട് മോട്ടോഴ്സ് തുടങ്ങിയ ഇപ്പോൾ ഇലക്ട്രിക് വാഹന വിപണിയിൽ അമേരിക്കയിൽ സജീവമായ കമ്പനികൾക്കും ഇത്തരത്തിലുള്ള ഡീലർഷിപ്പ് നൽകണം എന്നാണ് ഇപ്പോൾ പട്രീഷ്യയും കൂടെയുള്ളവരും ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച ഒരു ബില്ല് അവിടെ സഭയിൽ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ പട്രീഷ്യയും സംഘവും ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഏതായാലും ഇലോൺ മസ്കിനെ സംബന്ധിച്ച് ഇതെല്ലാം തന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. കാരണം മസ്കിനെ സംബന്ധിച്ച് ഇതെല്ലാം തന്നെ അമ്പരപ്പിക്കുന്ന വാർത്തകളാണ്. കാരണം മസ്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേഷ്ടാവായി എത്തിയത് മുതൽ തന്നെ അദ്ദേഹത്തിന് കഷ്ടകാലം ആരംഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മസ്കിൻ്റെ വാഹന കമ്പനിയായ ടെസ്ലയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് പല സ്ഥലങ്ങളിലും നടന്നത്. പല ഷോറൂമുകളും കാറുകളുമൊക്കെ തന്നെ പ്രതിഷേധക്കാരായ ജനങ്ങൾ കത്തിക്കുകയും മറ്റും ചെയ്തിരുന്നു. കൂടാതെ ടെസ്ലയുടെ വിപണി വൻതോതിൽ ഇടിയുന്നതിന് കാരണമായി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വൻതോതിലുള്ള തീരുവ ചൈനയുടെ മേൽ ഏർപ്പെടുത്തിയതിൻ്റെ പേരിൽ ചൈനയിൽ നിന്ന് സ്വന്തം വാഹന കമ്പനിക്കുള്ള സ്പെയർ പാർട്ടുകൾ ഇറക്കുമതി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് മസ്ക് എത്തിയിരിക്കുന്നത്. പ്രതിദിനം ബില്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടമാണ് അദ്ദേഹത്തിന് ട്രംപിൻ്റെ പുതിയ ഈ ഒരു ഭരണപരിഷ്കാരത്തിലൂടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പരമാർത്ഥം. മാത്രവുമല്ല, അമേരിക്കയിലെ സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാൻ മസ്ക് ട്രംപിന് ഉപദേശം നൽകിയതും അതുപോലെ അനധികൃത കുടിയേറ്റക്കാരെ അതിക്രൂരമായി നേരിടുന്ന കാര്യത്തിലുമൊക്കെ തന്നെ അമേരിക്കയിൽ ശക്തമായ ജനരോഷം മസ്കിനും ട്രംപിനുമെതിരെ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഡെമോക്രാറ്റുകൾ മസ്കിൻ്റെ കമ്പനിയുടെ ഡീലർഷിപ്പ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ഇലോൺ മസ്ക് ആകട്ടെ താൻ ഇനി കൂടുതൽ സമയം തന്നെ കമ്പനിയുടെ കാര്യങ്ങൾക്കായി ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മസ്ക് ഡോജിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നു എന്നും ഇത് കമ്പനിക്ക് വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നുമാണ് ടെസ്ലയുടെ ഓഹരി ഉടമകൾ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് താൻ കൂടുതൽ സമയം തൻ്റെ വ്യവസായ സംരംഭങ്ങൾക്കായി ചെലവഴിക്കുമെന്ന് മസ്ക് വ്യക്തമാക്കിയിരുന്നത്. മാത്രവുമല്ല, മസ്കിൻ്റെ നിലവിലുള്ള പദവി താൽക്കാലികം മാത്രമാണ്. അടുത്ത മാസം അതിൻ്റെ കാലാവധി കൂടി അവസാനിക്കുകയാണ്. വേണമെങ്കിൽ ഈ കാലാവധി വീണ്ടും നീട്ടിക്കൊടുക്കാൻ അമേരിക്കൻ പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. എങ്കിൽ പോലും മസ്കിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരി സ്വന്തം വ്യവസായ സാമ്രാജ്യം സംരക്ഷിക്കാനുള്ള നീക്കങ്ങളായിരിക്കാം അദ്ദേഹം ഇനി അങ്ങോട്ട് നടത്താനിരിക്കുന്നത്.